കർത്താവേ. എന്നാ പറ്റി? ഞാൻ എന്റെ കർത്താവേന്നാ വിളിച്ചത്, ഭർത്താവേന്നല്ല. കർത്താവേന്ന് തന്നെ ഞാൻ കേട്ടെ. എന്നാ പറ്റി? എന്തായാലും വന്നതെന്നാ. ഇതൊന്നും പിടിച്ച നോക്ക്. 70 തിരിച്ചു നോക്ക്. 74 രൂപ. 74 രൂപ. ഇച്ചാന് ഒരു പണിയില്ല ഇച്ചായ. ഇത്രയും വിലക്ക് ഇത്തിരി കുളം മേടിച്ചോണ്ട് വരേണ്ട കാര്യമുണ്ടാ? ഇത് മുറിക്കുമ്പോ തന്നെ അവരോട് ചോദിക്കണം ഇത് എത്ര രൂപയാണെന്ന് ചോദിക്കണം. 74 രൂപയാണെന്ന് പറഞ്ഞാൽ തിരിച്ചങ്ങ് കൊടുത്തിട്ട് പോയേക്കണം. എന്റെ പൊന്ന ആലീസെ, നീ എനിക്ക് ലിസ്റ്റ് തന്നിട്ട് ഇതൊക്കെ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അതിൽ ക്യാബേജ് ഉണ്ടായിരുന്നോ? പകുതി ക്യാബേജ് എന്ന് പറഞ്ഞു. ഞാൻ പകുതി ക്യാബേജ് എന്ന് പറഞ്ഞു, കട്ട് ചെയ്ത് തന്നു, ഞാൻ മേടിച്ചോണ്ട് വന്നു. ഇത്രയും വിലയുടെ വാങ്ങിക്കണമായിരുന്നോ? എന്റെ കർത്താവേ, ഇടി ബാത്റൂമിലെ പൈപ്പ് അടച്ചിട്ടില്ല. ഇനി അങ്ങനെയും കൂടെ കാശുകള, വാട്ടർ ബില്ലും കൂടെ കൂടട്ടെ. ഹലോ, ആരാ? സണ്ണിയാ? എടാ, നീ നാട്ടിലെത്തിയാടാ? ഇല്ലേ? അയ്യോടാ, ഞാൻ നമ്പർ നോക്കിയില്ലായിരുന്നടാ. എന്തുണ്ട് വിശേഷം? അടുത്ത മാസോ? അടിപൊളി. അങ്ങനെയാണെങ്കിൽ എല്ലാരും കൂട്ടിട്ട് നിങ്ങോട്ട് വന്നോണം. ഫസ്റ്റ് 14 ദിവസത്തേക്കാ. എന്തിനാടാ പിന്നെ വരുന്നത്? അത് സാരമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരാം. പിന്നെ സുഖം. നല്ല വിശേഷം. ഉണ്ട്. അപ്പൊ നീ നാട്ടിൽ വന്നിട്ട് വിളിക്കും. ഓക്കേടാ, ഓക്കെ, ശരി. അയ്യോ, ഇത് ഇവിടെ ഇരിക്കായിരുന്നു. ഇവിടെ വെച്ചിട്ടായിരുന്നു പോയത്. ആരാടി ഫോൺ? സണ്ണി. സണ്ണിയാ? ഏത് സണ്ണി? എത്ര സണ്ണിമാരെ ഇച്ചാൻ അറിയാം? എനിക്ക് എന്റെ നാട്ടിലൊരു സണ്ണി അറിയാം. പത്രക്കാരാ സണ്ണി. എന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും അറിയോ സണ്ണിയായിട്ട്? സണ്ണി ഇല്ല. എന്റെ ഇച്ചായ ഫിലിപ്പ് അങ്കിളിന്റെ മോൻ സണ്ണി. ഫിലിപ്പ് അങ്കിളിന്റെ മോൻ സണ്ണി? ഏത് ഫിലിപ്പ് അങ്കിള്? എന്റെ ദൈവമേ, നമ്മുടെ കല്യാണത്തിന്റെ സമയത്ത് അവൻ ഡിഗ്രിക്ക് പഠിക്കുക. ഇച്ചാനും അവനും കൂടെ എന്തോ ഒരു കൂട്ടായിരുന്നു. ഇച്ചാൻ ആകെപ്പാടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് ഈ സണ്ണിയാ. ഓർമ്മയില്ലേ? അവനുമായിട്ടല്ലേ ഇച്ചായൻ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു, നിങ്ങൾ അവനെയാണോ കെട്ടിയത് എന്നെയാണോ കെട്ടിയെന്ന്. അത്രക്ക് കൂട്ടായിരുന്നു. ഞാനോട്ട് ഒരു സ്ഥലത്തും പോകത്തില്ലായിരുന്നു. നീ കഥയുണ്ടാക്കി പറയുവാണോ? എന്റെ ദൈവമേ, ഇച്ചായ ഫിലിപ്പങ്ങളുടെയും ഗ്രേസിയാന്റെയും മോൻ സണ്ണി. ഫിലിപ്പങ്ങളുടെയും ഗ്രേസിയങ്ങളുടെ മോൻ സണ്ണി. അവൻ എങ്ങനെയാ ഇരിക്കുന്നത്? നല്ല പൊക്കം ഉണ്ടായിട്ട് വെളുത്ത് മൊക്കമൊക്കെ നല്ല തുടുത്തിരിക്കുന്ന സണ്ണി. കട്ടിമീശയൊക്കെ. അപ്പാപ്പനാണോ? അവനിപ്പോ എവിടെ? അമേരിക്കയിലുള്ള സണ്ണി. അവിടെ തന്നെ കല്യാണം കഴിച്ച് സെറ്റിൽ ആയില്ലേ? ഒരു പെണ്ണിനെ അവിടെ തന്നെ ഉള്ള ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചത്. ഹെലന്റെ ഭർത്താവ് സണ്ണി. അത് പറയണ്ടേ, ഹെലന്റെ കെട്ടിയോനാ. അയ്യോ, ഹെലന്റെ എന്നാ ചിരിയാടി. മൂക്കൊക്കെ കാണണം ഇങ്ങനെ വെണ്ണയിൽ ഇങ്ങനെ കൊത്തി വെച്ചതുപോലെ. കണ്ണ് പൂച്ച കണ്ണൊക്കെ ആയിട്ട് അവളുടെ ചിരി ഉണ്ടല്ലോ. പല്ലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ. അവളുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോ സത്യം പറഞ്ഞ രോമാഞ്ചം അടിക്കും കേട്ടോ. മലയാളം കേൾക്കുമ്പോ ചിരിച്ച ഒരൊറ്റ വാക്ക് പോലും ലെജിബിൾ അല്ല. അങ്ങനെ പറയണ്ടേ, ഹെലന്റെ ഭർത്താവ് സണ്ണി. മതി നിർത്ത്. കുറെ നേരമേ ഹെലൻ. ഇത്ര നേരം ഞാൻ സണ്ണി എന്ന് പറഞ്ഞിട്ട് ഇച്ചാൻ ഓർമ്മയില്ലായിരുന്നല്ലോ. ഞാൻ എന്തൊക്കെ പറഞ്ഞു ഇച്ചാനോട്? വെളുത്ത് പൊക്കമുള്ള കട്ടി മീശോളം തുടുത്തിരിക്കുന്ന സണ്ണി, ഇതൊന്നും ഓർമ്മയില്ല. അവൻ ഇപ്പോഴെങ്ങാണ്ട് അവന്റെ കല്യാണം കഴിഞ്ഞത്. ആ ഹെലനെ ഇച്ചാൻ ഓർമ്മയുണ്ട്? എനിക്ക് അറിയത്തില്ല, എനിക്ക് ഓർമ്മ വന്നില്ല. ഹെലനെ പറഞ്ഞപ്പോ ഓർമ്മ വന്നു. അമേരിക്കയിൽ നീ ഇടയ്ക്ക് കല്യാണം കഴിച്ചത് ഈ എന്താ അവന്റെ പേരെന്താ പറഞ്ഞ? സണ്ണി. അവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഇച്ചാന് ഫിലിപ്പ് അങ്കിളിന് ഓർമ്മയില്ലേ? ഗ്രേസിയാനിന് ഓർമ്മയില്ലേ? ഇപ്പൊ ഓർമ്മ വന്നു. ഇപ്പഴാണ് ഓർമ്മ വന്നത്? ഒരു പെണ്ണിനെ ഇച്ചാൻ എങ്ങനെ ഓർമ്മ വന്നത്? അല്ലെങ്കിൽ ഇച്ചാന് പെണ്ണുങ്ങളെ മാത്രമല്ലേ ഓർമ്മയുള്ളൂ? ഇനി ഒരു കാര്യം റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്ത് വേണം നമ്മൾ ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട്. ഇച്ചാന്റെ മനസ്സിൽ മൊത്തം പെണ്ണുങ്ങളാ. അത് കല്യാണം കഴിച്ചവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും. എന്നോട് ആലീസ, നിനക്ക് രാവിലെ തന്നെ നിനക്ക് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയില്ലേ? നിനക്ക് ഉറക്കം വരത്തില്ലേ? രാവിലെ ഞാൻ ഏറ്റവും നല്ല മൂഡോട് കൂടിയാണ് കട്ടിലേന്ന് എഴുന്നേറ്റ് വരുന്നത്. പക്ഷെ ഇച്ചാന്റെ ഇങ്ങനെ പെണ്ണുങ്ങളുടെ ചരിത്രം കേൾക്കുമ്പോ എന്റെ മൂഡ് അപ്പടി പോകും. ആലീസ, ഞാൻ ഒരു സത്യം പറയട്ടെ. നിനക്ക് ബേസിക് ആയിട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. അത് നിനക്ക് ആങ്കർ ഇഷ്യൂ ആണ്. നിനക്ക് കുട്ടിക്കാലം വെറുതെ ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കരുത്. ചീത്ത വിളിച്ചതല്ല, നിനക്ക് കോപപ്പെടുന്ന അസുഖമുണ്ട്. നിനക്കിതൊരു അസുഖമാണ്, രോഗമാണ്. ഞാനിപ്പോ രോഗിയായി. ഇച്ചാന്റെ ഓരോ തോന്നിയാസങ്ങളും ഞാൻ വിളിച്ചു പോകുമ്പോ ഞാനൊരു രോഗി അല്ലേ? നിനക്ക് നിന്റെ ബ്ലഡിൽ ഇത് ഉണ്ടായിപ്പോയി. നിനക്കിത് മാറ്റാൻ പറ്റില്ല. നിനക്ക് ഒരു കാലത്ത് നിനക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കാരണം നോക്കിയിരിക്കാം. മോങ്ങായിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ പോലെ ദേഷ്യപ്പെടുക എല്ലാത്തിനും. ആണല്ലേ? കുറെ നേരമല്ലോ അടിക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങുന്നെങ്കിൽ ഞാനാണല്ലേ ദേഷ്യപ്പെടുന്നത്. ഞാൻ ഇനി ദേഷ്യപ്പെടാതിരിക്കുന്നത് ഇച്ചാന് കാണാം.
കാണണോ ഇച്ചാന്? കാണണോ? ഒന്ന് പോയാ ചിരിച്ച് തീർന്നിട്ട് പറ. തിരിച്ചു തീർന്നു. ഞാൻ ദേഷ്യപ്പെടാതിരിക്കുന്നത് ഇച്ചാന് കാണണോ? കാണണം കാണണോ? കാണണം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 മാസം വരെ ഞാൻ ദേഷ്യപ്പെടാതിരിക്കും. നീ 1 ദിവസം 2 ദിവസം 1 മാസം ഒന്നും വേണ്ട. എന്റെ പൊന്നുകൂടെ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നോക്ക്, നിനക്ക് ഇന്ന് ഉച്ച വരെ ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റും. ഞാൻ ദേഷ്യപ്പെടാതിരുന്ന ഇച്ചാൻ എനിക്ക് എന്ത് തരും? നീ ഇന്ന് ഉച്ച വരെ ദേഷ്യപ്പെടാതിരിക്കുകയാണെങ്കിൽ നീ പറയുന്ന എന്തും ഞാൻ കേൾക്കും. മറിച്ചാണെങ്കിൽ ഞാൻ പറയുന്ന എന്തും നീ കേൾക്കണം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ബെറ്റ്? ബെറ്റ്. ഉച്ച വരെ. ഡീൽ. ഡീൽ. കാണാം നമുക്ക് ആരാ ജയിക്കുന്നത്. ഒന്ന് മതി. അതിന്റെ മേളിൽ വെക്കരുന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സൈഡിൽ വെക്കണ്ടേ? എപ്പോഴും ഇങ്ങനെയല്ലേ ചായ വെക്കുന്നത്? കഴിക്കും. സൈഡിൽ ഒഴിക്ക്. ഇവിടെയാണോ ചായ? മാറ്റ്, കഴിക്കാം. എന്തു ആലീസ ഇത്? എന്ത് ചായ? എന്ത് കറിയാ ഉണ്ടാക്കി വെച്ചിരിക്കണേ? അയ്യേ, വായിൽ വെക്കാൻ കൊള്ളത്തില്ല. അയ്യോ, നല്ലതല്ലേ? നല്ലതല്ലേ? നാം നോക്ക്, ടേസ്റ്റ് നോക്ക്. വായ കേടായി. ഒരു കറി മര്യാദക്ക് വെക്കാൻ അറിയത്തില്ല. ഇച്ചായ എരിവും ഉപ്പും പുളിയും എല്ലാം ഇച്ചായന്റെ കറക്റ്റ് പാകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ ഭാഗം ഇതാണോ? ഇതാണോ എന്റെ ഭാഗം? ഇത്ര വൃത്തിയുടെ ഭാഗമാണോ എന്റെ? എന്തോ ഇച്ചായ ഇങ്ങനെയല്ലേ എന്നും ഉണ്ടാക്കി തരുന്നത്? അപ്പൊ ഇച്ചായൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അയ്യോ എന്താ ആലീസേ, ആലീസിന്റെ കറി എന്ന് പറഞ്ഞ അതാണ് കറി. ഈ ലോകത്തിലുള്ള ഒരാളുകളും ഇങ്ങനെ കറി വെക്കത്തില്ല. ആലീസിനെ പോലത്തെ ഒരു പെണ്ണിനെ ഞാനേ കല്യാണം തള്ളി കേറ്റണ്ട. ഞാനേ നോണ പറഞ്ഞതാ. നിനക്ക് ഒരു കറി മര്യാദക്ക് വെക്കാൻ അറിയത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വൃത്തിയിട്ട കറി ഞാൻ കഴിച്ചിട്ടുമില്ല. അയ്യോ, അത്രക്ക് വൃത്തികേടാണ്. അത്ര വൃത്തികേടെന്നല്ല, മഹാമോശം. അല്ല, എനിക്ക് വേറെ ഉണ്ടാക്കി. അത് പിന്നെ എങ്ങനെ കറി വെക്കുന്ന പഠിക്കുന്നതേ വീട്ടിൽ നിന്നല്ലേ? വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടതായിച്ചായ ഇങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കാൻ. നിന്റെ അമ്മച്ചി പഠിപ്പിച്ചു വിട്ടായിരിക്കും അല്ലേ? ഒരു സത്യം പറയട്ടെ ആലീസേ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വിരുന്നിന് വന്നില്ലേ? അപ്പൊ നിന്റെ അമ്മച്ചി ഒരു കറി ഉണ്ടാക്കി തന്നായിരുന്നു. നിശ്ചയ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞില്ലേ? അത് കഴിച്ചതിന് ശേഷേ 3 ദിവസം ഞാൻ ഛർദ്ദിച്ചു. അയ്യോ, എന്റെ മഞ്ഞപ്പാല് വരെ പോയി. ഇത്രയും വൃത്തികേടായിട്ട് കറി ഉണ്ടാക്കണ ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നീ കഴിഞ്ഞാ പിന്നെ നിന്റെ അമ്മച്ചിയാ. അല്ല, അന്ന് ഇച്ചായൻ കഴിച്ചോണ്ടിരുന്നപ്പോ തന്നെ അമ്മച്ചിയോട് പറഞ്ഞില്ലേ, എന്റെ അമ്മച്ചി ഞാൻ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ടേസ്റ്റുള്ള കറി കഴിച്ചിട്ടില്ല എന്ന്. അത് പിന്നെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളു, അപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അത്രക്ക് മോശമായിരുന്നു. മോശമൊന്നല്ല, അങ്ങനെ ഒരു കറി ശത്രുക്കൾക്ക് പോലും വെച്ചു കൊടുക്കരുത്. സത്യം, ഈ അമ്മച്ചി ചില സമയത്ത് വെക്കുന്നതൊക്കെ ഭയങ്കര ബോറായിച്ചായ. അപ്പച്ചൻ തന്നെ എത്ര പ്രാവശ്യം അമ്മച്ചിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? എനിക്കും തോന്നിയിട്ടുണ്ട് അമ്മച്ചി വെക്കുന്ന പല കറിയും പല സമയത്ത് ഫ്ലോപ്പാണെന്ന്. ഇനി അമ്മച്ചി വിളിക്കുമ്പോൾ പറയണം, ഇച്ചായൻ അന്ന് 3 ദിവസം ഛർദ്ദിച്ചെന്ന്. അങ്ങനെ ഉള്ളില്ലല്ലോ, പറയണം. അതൊക്കെ എന്റെ അമ്മച്ചി വെക്കുന്ന കറി. അത് ആലോചിച്ചാൽ മതി. പച്ചക്ക് നമുക്ക് ഇതെടുത്ത് വെച്ചിട്ടേ കഴിയാം. എന്റെ അമ്മച്ചിയുടെ ഒരു കൈപ്പുണ്യം എന്ന് പറഞ്ഞ എന്നാടി നിന്റെ അമ്മച്ചിക്ക് നിനക്കൊന്നും അത് കിട്ടാത്ത? സത്യം, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ ഒരു എന്താ പറയുക ഗിഫ്റ്റാണ് ഇച്ചായ. അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്നത് ഇച്ചാനൊക്കെ സത്യം പറഞ്ഞാൽ ഭാഗ്യമാണ് കേട്ടാ. ആ അമ്മച്ചിയുടെ കൈപ്പുണ്യം ആസ്വദിക്കാൻ പറ്റിയില്ലേ? ഇവിടെ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംശയം കറിയിൽ വരുമ്പോഴേ ഞാൻ എൻ്റെ അമ്മച്ചിനെ വിളിക്കത്തില്ല. ഞാൻ വിളിക്കുന്നത് ആരെയാ? ഇച്ചായൻ്റെ അമ്മച്ചീനെ. ഇച്ചായ, പെട്ടെന്ന് എനിക്കൊരാഗ്രഹം, നമുക്കൊന്ന് അമ്മച്ചിയുടെ അടുത്ത് പോയാലോ?
എന്തെങ്കിലും ആ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരു മുളകടിച്ചതാണെങ്കിലും മതി ഇച്ചായ. ശ്ശോ. അമ്മച്ചി ഇന്ന് എന്തായിരിക്കും ഉണ്ടാക്കിയത്? എനിക്കിത് വേണ്ട. ഇത് വേണ്ടെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കിക്കൊണ്ട് തരാം. വേണ്ട, ഞാൻ ഇത് തന്നെ കഴിച്ചോളാം. ഇനി അടുത്ത ഉണ്ടാക്കിക്കൊണ്ട് വന്ന് എന്റെ വിശപ്പത്രയും കെട്ടുപോകാനായിട്ട് എങ്ങനെയെങ്കിലും ഞാൻ ഇത് ഇറക്കിക്കോ. ഇതാണ് ഇച്ചായന്റെ സ്നേഹം. ഞാൻ എന്തുണ്ടാക്കിയാലും എന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കഴിക്കും. വേണ്ട, ആരും വിളമ്പി തരണ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഇന്ന് ഞാനാ വിളമ്പിയത്. ഇപ്പൊ തൊട്ട് ഞാൻ മാറ്റി. വേണ്ടാന്ന്. അല്ല, തനിയെ വിളമ്പി എടുത്താ മതി. ആഹാരം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാത്രം ഞാനിത് കഴിക്കാം. അത് നല്ലതാ ഇച്ചായ ആ ശീലം. എന്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ആഹാരം വേസ്റ്റ് ചെയ്യരുന്നു. അമ്മച്ചി അങ്ങനെയും പറഞ്ഞു എന്താ? ഓ എന്റെ പൊന്നോ, അങ്ങനത്തെ ഒരു അമ്മച്ചിനെ കിട്ടിയത് പുണ്യം. എന്തൊക്കെ പറഞ്ഞാലും അവള് നല്ല വൃത്തിയായിട്ട് തേക്കും. എന്താ ചായ? നോക്കാം. എന്ത് ഇട്ടില്ല? ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വൃത്തിയായിട്ട് തേക്കണം, വൃത്തിയായിട്ട് തേക്കണമെന്ന്. തുടങ്ങിയിരിക്കാം. ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല. വൃത്തിയാണോ തേക്കുന്നേ? ഞാൻ ഒരു ഡോക്ടറല്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചുരുങ്ങിയ ഇത് വിട്ടോണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? എനിക്കൊരു ഡിഗ്നിറ്റി ഇല്ലേ? ഇച്ചാ കൈ ഇങ്ങോട്ട് തന്നെ. എന്തിനാണ് കൈ ഇങ്ങോട്ട് നീട്ട്. എന്തിന് അടിക്കന്നെ? ചുമ്മാ എന്തു വെച്ചാ ഞാനിതൊക്കെ ശ്രദ്ധിക്കാത്തത്? ഞാനല്ലേ ഇച്ചാന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഇച്ചാൻ എത്ര പേര് അറിയുന്നതാ? ഹോസ്പിറ്റലിൽ എത്ര പശുവും പോത്തിനൊക്കെ കൊണ്ട് ആളുകൾ വരുന്നതാ. അവരുടെയൊക്കെ മുന്നിൽ ഇച്ചാൻ ഇങ്ങനത്തെ ചുളുങ്ങിയ ഷർട്ട് ഇട്ടുകൊണ്ടാണ് നിൽക്കേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് അറിയാമോ? നിന്നെ കിട്ടിയത്. സത്യം ഇച്ചായ, എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ടത് ഇച്ചാനെ ഞാനൊരു ചേർന്ന പെണ്ണല്ലെന്ന്. ഒരു കാര്യം പറയട്ടെ, ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നെ? വേണ്ട, അത് ശരിയാവത്തില്ല. ഇച്ചായന് നാണക്കേടാവും. ഇച്ചാൻ എത്ര പേര് അറിയുന്ന ആളാ. പക്ഷെ വേണ്ട, ഇത് ഞാനിപ്പോൾ നല്ല സൂപ്പറായിട്ട് തേച്ചു തരാം. പിന്നെ ഒരു കാര്യം, ഇന്ന് തൊട്ട് ഈ നിമിഷം തൊട്ട് ഇച്ചായൻ്റെ മനസ്സിനിണങ്ങിയ ഒരു ഭാര്യയാവാൻ ഞാൻ ശ്രമിക്കും. ചിരിക്കിച്ചായ, ചിരിക്ക്. ഇപ്പൊ കൊണ്ടുവരാം. ഒരു മിനിറ്റ് ചായ. ജോർജ് കുട്ടിയാണല്ലോ. ഓമനക്കുട്ട. ജോർജ് കുട്ടി എന്നാണ്ട് പറ. ഞാൻ വലിയൊരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് കാര്യം? അളിയാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ നടക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ലേ. ഓക്കേടാ. എങ്ങനെയൊക്കെ പ്രകോപിപ്പിച്ചിട്ടും അനങ്ങുന്നില്ലല്ലോ ഈ പെണ്ണ്. നീ ഇനിയെങ്കിലും അവനെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു വെച്ചാ. വന്നു വന്ന് എന്റെ അമ്മാവാ, ഞാൻ സത്യം പറയാലോ, അമ്മാവനെ കൊണ്ട് ഞാൻ തോറ്റ് ക്ഷമ കിട്ടിരിക്കുകയാണ്. എന്തിനാണ് അമ്മാവ ഈ നാട്ടുകാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിക്കണേ? എന്ത് പറയിച്ചെന്നാ പറഞ്ഞതെന്ന് ഞാൻ പറയണില്ല. അമ്മാവൻ്റെ അടുത്തൊരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ആവശ്യമില്ലാതെ ആലീസിന്റെ ജോർജ് കുട്ടിയുടെ വീട്ടിൽ എപ്പോഴും കയറി പോരുതെന്ന്. എന്താ കുട്ടിയുടെ എന്താ പറ്റിയേ? ഈ അമ്മാവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റാതെ ആലീസ് നാട്ടുകാരുടെ അടുത്തൊക്കെ എന്തൊക്കെയാ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കണമെന്ന് അറിയാവോ? അല്ല, ആലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സഹിയിട്ട് കഴിഞ്ഞാൽ ആരായിരുന്നാലും പറഞ്ഞു പോകും. എന്താ പറഞ്ഞതെന്നും ആരോടാണ് പറഞ്ഞതെന്നും ഒന്ന് പറയാമോ? ഇപ്പൊ വിളിച്ചതേ ആ ടൈലറിംഗ് ഷോപ്പിലെ രാജനാ. കഴിഞ്ഞ ദിവസം അവിടെ ചുരിദാർ തയ്ക്കാൻ ആലീസ് പോയിട്ട് ലംബോദരൻ മാഷിനെ കണ്ടു കഴിഞ്ഞാല് ചീങ്കണ്ണിയെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞെന്ന്. എനിക്ക് തോന്നുന്നില്ല ആലീസ് അങ്ങനെ പറയുന്നു. നീ അതും വിശ്വസിച്ചോണ്ടിരുന്നു കഴിഞ്ഞാ രാജ അങ്ങനെ ചുമ്മാ പറയുമോ? രാജന്റെ അടുത്ത് മാത്രമാണ് പറഞ്ഞതെങ്കിൽ സഹിക്കാം. ഇത് കഴിഞ്ഞ ദിവസം ബേക്കറി പോയിട്ട് ആ സുരേഷിന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് കേട്ട് കഴിഞ്ഞാലേ നീ ഞെട്ടും. എന്തോ പറഞ്ഞതാ? അമ്മാവയും വീട് വാടകയ്ക്ക് കൊടുത്തും പലിശയ്ക്ക് കൊടുത്തും നാട്ടുകാരെ നിന്ന് ചോര ഊറ്റി കുടിക്കുന്ന ഡ്രാക്കുളയാണെന്ന്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്ക് അറിയാൻ പാടില്ല, ചോദിക്കുക. ഈ നാട്ടിൽ വേറെ ആൾക്കാരും വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലോ, പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ടല്ലോ.
അവരെ കുറിച്ചൊന്നും എന്താ ആൾക്കാർ ഇങ്ങനെ പറയാത്തത്? അപ്പോഴമ്മ അവനെന്തോ കുഴപ്പമുണ്ട്. ഛേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആലീസ് അങ്ങനെയൊന്നും പറഞ്ഞു കാണൂല. പറഞ്ഞു കാണും, അല്ലെങ്കിലും ആ സ്ത്രീ ഒരു അഹങ്കാരിയാണ്. ഇതെല്ലാം സഹിക്കാന്ന് വയ്ക്കാം, പക്ഷെ ആ കോൾഡ് സ്റ്റോറേജിലുള്ള മുരളിയെടുത്ത് എന്ന് ആലീസ് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അമ്മാവ് സഹിക്കൂല. അവിടെ ഈ ആലീസ് ബീഫ് വാങ്ങാനായിട്ട് ചെന്നു. അപ്പോഴേക്കും ബീഫ് തീർന്നു പോയി, പകരം ചിക്കൻ തരട്ടെ എന്ന് മുരളി ആലീസിനോട് ചോദിച്ചു. അന്നേരം ആലീസ് എന്നാ പറഞ്ഞതെന്ന് അറിയാവോ? ആലീസ് പറഞ്ഞു, ആ ലംബോദര മാഷിന്റെ വായിൽ ഒരു പന്നിപ്പടക്കം കയറ്റി വെച്ച് പൊട്ടിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാന്ന്. ഞാൻ ഇപ്പൊ വരാം. എന്നാലും കുട്ടേട്ടാ, ആലീസ് അങ്ങനെയൊക്കെ പറയുവോ? ആലീസ് അങ്ങനെ പറയുവോ? അങ്ങനെയൊന്നും പറയത്തില്ല. ആലീസ് അങ്ങനെയൊന്നും പറഞ്ഞില്ലടി. എടി, അവിടെ ആ ജോർജ് കുട്ടി ആലീസും തമ്മിൽ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. ഈ അമ്മാവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാ, ബിൽഡപ്പ്. അടിക്കല്ലേ? സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. എങ്ങനെയുണ്ട്? ആലീസേ, പറ, എന്താ? ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും കള്ളം പറയുന്നതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? എന്തിനീ ചായ ഇത്രയും സ്നേഹമായിട്ടിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആലീസേ, നീ ഇതൊന്നും ആട്ടാതിരിക്കോ, തല ഇറങ്ങുന്നു. ആ, പറ. എന്റെ ഇച്ചായം പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്യും. ഞാനേ പൊട്ടി വീഴുന്നു. എനിക്ക് അത് പറയാനുള്ളൊരു ഡെലിക്കസി. ഞാനേ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഈ വിശ്വാസം തകർക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ കള്ളം പറയില്ല എന്നുള്ള നിന്റെ വിശ്വാസമില്ലേ, അത് തകർക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. ഇച്ചാൻ എന്നോട് കള്ളത്തരം പറയാറില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പം? നമ്മൾ നേരത്തെ താമസിച്ച വാടക വീട്ടിലെ ഒരു ഇൻഷുറൻസ് ഏജന്റ് ഇൻഷുറൻസ് എടുപ്പിക്കാനായിട്ട് വന്നില്ലായിരുന്നു ഒരു പെൺകുട്ടി? നീ പള്ളി പോയിരുന്ന സമയത്ത് നീ പള്ളിയിൽ നിന്ന് വരുമ്പോ വന്ന് നമ്മള് ഈ വെളിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടി വരുന്നത്. ഓർക്കുന്നുണ്ടോ? സത്യത്തിൽ അങ്ങനെയല്ലായിരുന്നു സംഭവം. പിന്നെ 12 മണിക്ക് നീ പള്ളിയിൽ നിന്ന് വരും, ആ സമയത്ത് വരാനാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. ഇൻഷുറൻസ് എടുക്കാൻ. ഇവള് 11:30 വന്നു. എന്നിട്ട് എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. അകത്ത് കയറി, ഞാൻ അവസാനം അകത്ത് കയറ്റി ഇരുത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിൽ വന്നിങ്ങനെ നോക്കിയതും നീ വരുന്നു. അപ്പം ഞാൻ നീ കണ്ട പ്രശ്നമില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ മുകളിലത്തെ നിലയിൽ ഒളിപ്പിച്ചു. മുകളിലത്തെ നിലയിലെന്ന് പറഞ്ഞ? മുകളിലത്തെ നിലയിലെ ബെഡ്റൂമില്. ആരുടെ? അവിടെ ഒഴിഞ്ഞു കിടക്കണ ബെഡ്റൂമില്, അവിടെ ഒളിപ്പിച്ചു. നമ്മുടെ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ ഇച്ചായ? കാര്യമല്ലേ? ഇതിനാണോ നേരത്തെ എന്താ പറഞ്ഞത്? ഡെലിക്കസി. എന്റെ ഇച്ചായൻ അവളെ ഒളിപ്പിച്ചത് കള്ളത്തരം കൊണ്ടൊന്നും അല്ലല്ലോ. എന്നാലും അത് കള്ളത്തരം അല്ലേ? പിന്നെ ഞാനിതൊക്കെ അറിഞ്ഞ ഞാൻ ഇച്ചായനെ സംശയിക്കുമെന്ന് പേടിച്ചിട്ടല്ലേ. പക്ഷെ അതൊരു വിശ്വാസവഞ്ചനയാണല്ലോ. എന്റെ ഇച്ചായ, അങ്ങനെ പേടി ഉണ്ടായത് എന്തുകൊണ്ടാ? ഞാൻ ഇച്ചായനെ എല്ലാ കാര്യത്തിലും സംശയിക്കുന്നുണ്ട്. സംശയിക്കുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഭർത്താവ് ചെയ്യാവുന്ന പണിയാണോ ഞാൻ ചെയ്തത്? എന്റെ ഇച്ചായ, ഇക്കാര്യത്തിൽ ഇച്ചായനല്ല തെറ്റുകാരൻ. അല്ല, ഞാനത് സമ്മതിക്കൂല. ഞാനാണ് അപരാധി. എന്റെ മോള് നിരപരാധിയാണ്. എന്റെ ഇച്ചായ, ഞാനാ തെറ്റുകാരി. അല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ അപരാധിയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ പറയട്ടെ ഇച്ചായ, ഞാൻ ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇച്ചായനെ സംശയിക്കുന്നോണ്ടല്ലേ ഇച്ചായൻ അവളെ ഒളിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതൊക്കെ വിട് ഇച്ചായ. ഇങ്ങനെ ഇത്ര ടെൻഷൻ അടിച്ചത്.
ഒരു കൊച്ചു ടെൻഷൻ അടിച്ചത്. ഇതാരാന്നേ നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമായി ഒന്ന് സ്നേഹിക്കാനും സമ്മതിക്കത്തില്ല. പക്ഷേ എന്തൊരു രാവിലെ വാ ഇരിക്കേ. നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ വന്നവനല്ല ഞാൻ. അയ്യോ മാഷ് ദേഷ്യത്തിലാണല്ലോ. നിങ്ങളുടെ ഭാര്യയില്ലേ? ഉണ്ട്. വിളിക്ക്. എന്താ മാഷ പ്രശ്നം? നിങ്ങൾ അവരെ ഒന്ന് വിളിക്ക്.